Good morning all. Welcome to the daily news desk of Dakshina Learnings. അപ്പോൾ ഇന്നത്തെ പോലെ ഇന്ന് ഒരു ശുഭദിന ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ന്യൂസ് അനാലിസിസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് നമുക്കൊന്ന് ആദ്യം ബ്രീഫ് ചെയ്യാം. സോ ഫസ്റ്റ് ന്യൂസ് ആർട്ടിക്കിൾ ഈസ് അബൌട്ട് ഡെപ്യൂട്ടി സ്പീക്കർ. അപ്പോൾ GS2 റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിളാണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിളാണ്. The next one is about India's urban future. അപ്പോൾ അർബനൈസേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ് ഡിസ്കഷൻ വരുന്നത്. Third is about India's fake news but are less concerned about press freedom. അപ്പോൾ പ്രസ് ഫ്രീഡം റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിളാണ്, ഇമ്പോർട്ടൻറ്റ് ഫോർ essay and further points. Then one is next is about role in a risk society. അപ്പോൾ റിസ്ക് സൊസൈറ്റി എന്നുള്ള കൺസെപ്റ്റ് എന്താണ്, അവിടെ വുമൻ ബിയർ ചെയ്യുന്ന ഡിഫിക്കൽട്ടീസ് എന്താണ് എന്ന് മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. Last is about a study reveals about urban spider. അപ്പൊ urban spider എന്ന നിശ്ചയ ബിഹേവിയറിനെ കുറിച്ചിട്ടുള്ള ഒരു എക്കോളജിക്കൽ ന്യൂസ് ആണ്. ഓക്കെ, സോ വി വിൽ ബിഗിൻ ദ ന്യൂസ്. ദ ഫസ്റ്റ് ന്യൂസ് ആർട്ടിക്കിൾ ഈസ് അബൌട്ട് ഡെപ്യൂട്ടി സ്പീക്കർ. അപ്പൊ എന്താ ഈ ന്യൂസിന് ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ളത്? ഇപ്പൊ ഡെപ്യൂട്ടി സ്പീക്കർ നമുക്കറിയാം കോൺസ്റ്റിറ്റ്യൂഷൻ മാൻഡേറ്റഡ് ആയിട്ടുള്ള പൊസിഷൻ ആണ്. പക്ഷേ ഫോർ ദ പാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ഈ ഒരു പൊസിഷൻ കോൺട്രവേഴ്സ്യൽ ആയിട്ട് ന്യൂസിലുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ റീസെന്റ് ഒരു 4 to 5 years ആയിട്ട് ഈ പൊസിഷൻ വേക്കന്റ് ആണ്. സോ കൺവെൻഷനലി ഈ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ഒപ്പോസിഷൻ പാർട്ടിക്ക് ഗീവ് അപ്പ് ചെയ്തിട്ടുള്ള ഒരു പൊസിഷനാണ് ആക്ച്വലി ഡെപ്യൂട്ടി സ്പീക്കർ. കാരണം സ്പീക്കർ എന്ന് പറഞ്ഞ പൊസിഷൻ റൂളിംഗ് പാർട്ടി എടുത്തിട്ട് കൺവെൻഷനലി ഇത് ഡെപ്യൂട്ടി സ്പീക്കർ എന്ന പൊസിഷൻ ഒപ്പോസിഷൻ പാർട്ടിക്ക് കൊടുത്തോണ്ടിരുന്നത്. പക്ഷെ ഫോർ ദ പാസ്റ്റ് 4 to 5 years ഈ ഒരു പൊസിഷനിലോട്ട് ഇലക്ഷനോ അല്ലെങ്കിൽ ഒരു നോമിനേഷനോ രീതിയിലൊന്നും ആരെയും സെലക്ട് ചെയ്തിട്ടില്ല. അപ്പൊ ഇതാണ് ഈ ആർട്ടിക്കിളിനെ മെയിൻ ആയിട്ട് ബ്രീഫ് ചെയ്യുന്ന ഓതേഴ്സ്. അപ്പോൾ ഓതേഴ്സ് എന്താ ആദ്യം പറഞ്ഞതെന്ന് വെച്ചാൽ കോൺസ്റ്റിറ്റ്യൂഷണൽ മാൻഡേറ്റ് ഈസ് ഇഗ്നോർഡ്. അതായത് ആർട്ടിക്കിൾ 93 സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട് ഈ ഒരു പൊസിഷൻ മാൻഡേറ്ററി ആണെന്നും ആസ് എ പാർലമെന്റിന്റെ കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും അതിന്റെ ഇന്റഗ്രിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു കോൺസ്റ്റിറ്റ്യൂഷനിൽ ഡെപ്യൂട്ടി സ്പീക്കർ എന്നുള്ളൊരു പോസ്റ്റ് വേണമെന്ന് പറയുന്നുണ്ട്. ഏതാണ് ആർട്ടിക്കിൾ 93. പക്ഷെ എന്നിട്ടും still there is no one appointed it so far in the 18th Lok Sabha election or in the 18th Lok Sabha proceedings. ഇതെന്താ ആക്ച്വലി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അനോമലി ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിന്റെ റൂട്ട് നമ്മൾ ട്രേസ് ചെയ്ത് പോവുകയാണെങ്കിൽ കൊളോണിയൽ പീരീഡ് തൊട്ടേ ഉള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ മാൻഡേറ്റ് ആണ് ആക്ച്വലി ഡെപ്യൂട്ടി സ്പീക്കർ എന്നുള്ള പൊസിഷൻ. അത് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിലെ ഡിബേറ്റിന് ശേഷമാണ് ആക്ച്വലി ഇങ്ങനത്തെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാറ്റസ് തന്നെ ഇതിന് കൊടുത്തത്. അപ്പൊ അത്ര ഇമ്പോർട്ടൻസ് ഇത് കൊടുക്കുന്നുണ്ട്. കാരണം ചെക്ക് ആൻഡ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ ഒരു പൊസിഷനും കൂടെ കീപ്പ് ചെയ്തിരിക്കുന്നത്. ഇല്ലെങ്കിൽ കംപ്ലീറ്റ് അതോറിറ്റി അല്ലെങ്കിൽ ആ ഒരു പവർഫുൾ അതോറിറ്റി ആരുടെ കയ്യിൽ വെസ്റ്റ് ചെയ്യും, സ്പീക്കറിന്റെ കയ്യിൽ വെസ്റ്റ് ചെയ്യും. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ റൂളിംഗ് പാർട്ടിയുടെ ഓവറായിട്ടുള്ള ഇൻഫ്ലുവൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെക്ക് ആൻഡ് ബാലൻസ് എന്നുള്ള രീതിയിലാണ് ആക്ച്വലി ഈ ഒരു പൊസിഷൻ മെയിൻ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത് ഇങ്ങനെ ഒരു ഇലക്ഷൻ നടക്കാത്തത് മൂലം എന്തായാലും ഇമ്പാക്ട് ഉണ്ടാവുന്നതാണ് ഈ ആർട്ടിക്കിൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. സോ അതിലൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഡെമോക്രാറ്റിക് ഇമ്പാക്ട്. അപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷൻ വൈസും ഒരു ഡെമോക്രാറ്റിക് വൈസും ഇതൊരു ഇമ്പാക്ട് ഉണ്ടാക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെയിൻ ആയിട്ട് ചെക്ക് ആൻഡ് ബാലൻസ് ചെക്ക് ചെയ്യുന്നതിൽ ഒരു വീഴ്ച വരും മെയിൻ ആയിട്ട്. അതേപോലെ ഇറ്റ് വീക്കൻസ് ദ ബൈ പാർട്ടിസൺ ട്രസ്റ്റ്. അതായത് രണ്ട് പാർട്ടിയുടെ ട്രസ്റ്റ് ബിൽഡിങ്ങിന്റെ ഇടയിൽ ഒരു വിള്ളൽ വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ഹിസ്റ്റോറിക്കലി നടന്നു വരുന്ന കൺവെൻഷനെ ഇത് ബ്രേക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന് എന്താണ് ആക്ച്വലി ഇവർ സജസ്റ്റ് ചെയ്യുന്നത്? സോ ഓൾവേസ് ദെയർ ഷുഡ് ബി എ റിഫോംസ്. അപ്പോൾ ഇതും ഓതേഴ്സ് പറയുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു റിഫോംസിന്റെ ആവശ്യമുണ്ട്. ഓൾറെഡി ഡിലേഡ് ആണ് ഈ ഒരു പൊസിഷനിലോട്ട് ആളെ അപ്പോയിന്റ് ചെയ്യുന്നത്. സോ ദ ഡിലേ ഹൈലൈറ്റ്സ് ആൻ അർജന്റ് നീഡ് ഫോർ ലെജിസ്ലേറ്റീവ് റിഫോംസ്. അപ്പൊ എന്താ റിഫോംസ്? സച്ച് ആസ് മാൻഡേറ്ററി ടൈം ഫ്രെയിം ഫോർ ഇലക്ഷൻ. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു മാൻഡേറ്ററി ടൈം ഫ്രെയിം ഇതിന് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ലെജിസ്ലേറ്റീവ് റിഫോംസ് വരണമെന്ന് ഈ ആർട്ടിക്കിളിനെ ബേസ് ചെയ്ത് ഒരു ലെജിസ്ലേഷൻ ക്രിയേറ്റ് ചെയ്യണമെന്നും അതിലൊരു മാൻഡേറ്ററി ടൈം ഫ്രെയിം വയ്ക്കണമെന്നും ആക്ച്വലി സജസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ ആർട്ടിക്കിൾ. ഇതുമൂലം നമുക്ക് എന്താ ഉപയോഗം വരുന്നതെന്ന് വെച്ചാൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷനിലെ ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ പാർലമെന്ററി ഡെമോക്രാറ്റിക് ക്രെഡിബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നാണ് ഓതേഴ്സ് ഇതുവഴി ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രിലിംസ് പോയിന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ ആയതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് ആർട്ടിക്കിൾസ് ഉണ്ടാവും. അതിൽ ഫസ്റ്റ് വൺ ഈസ് ആർട്ടിക്കിൾ 93. എന്താണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്? മാൻഡേറ്റ്സ് ദ ലോകസഭ ടു എലക്ട് ബോത്ത് എ സ്പീക്കർ ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കർ. അപ്പൊ ഈ ആർട്ടിക്കിൾ വഴി പാർലമെന്റിന് പവർ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ലോക്സഭയ്ക്ക് പവർ കൊടുക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? പാർലമെന്റിലെ ലോക്സഭ സ്പെസിഫിക്കലി ഒരു പവർ കൊടുക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? എലക്ട് ബോത്ത് എ സ്പീക്കർ ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കർ. റിക്വയർസ് എലക്ഷൻ വെൻ ദ ഓഫീസ് ബിക്കം വാക്കന്റ്. അപ്പൊ ഇത് വാക്കന്റ് ആവുന്ന സമയത്തും എലക്ഷൻ വേണമെന്ന് പറയുന്നുണ്ട്. ദിസ് ആർട്ടിക്കിൾ എസ്റ്റാബ്ലിഷ് കോൺസ്റ്റിറ്റ്യൂഷണൽ റിക്വയർമെന്റ് ഫോർ ദിസ് പൊസിഷൻ. അപ്പൊ ഈ ആർട്ടിക്കിൾ വഴിയാണ് ഇതിനൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ മാൻഡേറ്റ് തന്നെ മെയിൻ ആയിട്ട് കൊടുക്കുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. ആർട്ടിക്കിൾ 93 പ്രൊവൈഡ്സ് കോൺസ്റ്റിറ്റ്യൂഷണൽ മാൻഡേറ്റ് ഫോർ both posts of speaker and deputy speaker. So next one is article 94. ഇതെന്താ ആക്ച്വലി ഡീൽ ചെയ്യുന്നത്? ആർട്ടിക്കിൾ 94 deals with
വെക്കേഷൻ, റെസിഗ്നേഷൻ ആൻഡ് റിമൂവൽ ഓഫ് ദ സ്പീക്കർ ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കർ. അതായത് നമ്മുടെ പാർലമെന്റിലെ സ്പീക്കറോ ഡെപ്യൂട്ടി സ്പീക്കർ പൊസിഷന്റെ വെക്കേഷനോ റെസിഗ്നേഷനോ റിമൂവൽ പ്രൊസീജിയറലായിട്ടുള്ള ആസ്പെക്ടിനെ മെയിനായിട്ട് ഡീൽ ചെയ്യുന്നതാണ് ആക്ച്വലി ആർട്ടിക്കിൾ 94. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് അറിയണം. ഫസ്റ്റ് വൺ ഈ സ്ട്രക്ചറൽ ആസ്പെക്ടിനെ ഡീൽ ചെയ്യുന്നതാണ്. അതായത് ആ സ്ട്രക്ചറിൽ ആ പൊസിഷൻ എങ്ങനെ വരുന്നു എന്നുള്ളതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 93. അതേസമയം ആർട്ടിക്കിൾ 94 എന്ന് പറയുന്നത് അതിന്റെ ഒരു പ്രൊസീജിയറൽ ആസ്പെക്ട് ആണ്. അതായത് ഈ പൊസിഷനിലോട്ട് ആൾ വരുമ്പോൾ അതിന് ശേഷമുള്ള പ്രൊസീജിയേഴ്സ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്ന് ഡിസ്കസ് ചെയ്യുന്ന ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ആണ് ആർട്ടിക്കിൾ 94. മെയിനായിട്ട് വെക്കേഷൻ, റെസിഗ്നേഷൻ ആൻഡ് റിമൂവൽ ഓഫ് സ്പീക്കർ ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കർ എന്നുള്ളത്. അപ്പൊ എന്തൊക്കെയാണ് ഫങ്ഷൻസ് എന്ന് നോക്കാം. ഡെപ്യൂട്ടി സ്പീക്കർ പ്രിസൈഡ്സ് ഓവർ ലോക്സഭ ഇൻ ദ സ്പീക്കേഴ്സ് ആബ്സെൻസ്. അപ്പൊ സ്പീക്കറിന്റെ ആബ്സെൻസിൽ ലോക്സഭയെ പ്രിസൈഡ് ചെയ്യുന്ന ആരാണ്? ഡെപ്യൂട്ടി സ്പീക്കർ ആണ്. അപ്പൊ ഇതുമൂലം എന്താണ് ഉപയോഗം? ദിസ് എൻഷുവേഴ്സ് കണ്ടിന്യൂറ്റി ആൻഡ് മെയിൻറ്റെയിൻസ് ദ ഹൗസ് പ്രൊസീഡിങ്സ്. അപ്പൊ ഹൗസിന്റെ പ്രൊസീഡിങ്സിലെ കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ ഇതുമൂലം നമുക്ക് സാധിക്കുന്നതാണ്. ഡെപ്യൂട്ടി സ്പീക്കർ ഇസ് നോട്ട് സബോർഡിനേറ്റ് ടു സ്പീക്കർ ആൻഡ് ഹാസ് ഇൻഡിപെൻഡന്റ് റെസ്പോൺസിബിലിറ്റി. വെരി ഇമ്പോർട്ടന്റ് വൺ, ട്രിക്കി ആക്കി ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ ഇമ്പോർട്ടന്റ് അറിയാം, ഇറ്റ് ഈസ് നോട്ട് എ സബോർഡിനേറ്റ് ടു സ്പീക്കർ ആൻഡ് ഹാസ് ഇൻഡിപെൻഡന്റ് റെസ്പോൺസിബിലിറ്റി. അതായത് സ്പീക്കറിനോളം തന്നെ റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു പൊസിഷനാണ് ആക്ച്വലി അത് ഡെപ്യൂട്ടി സ്പീക്കർ എന്ന് പറയുന്നത്. ഇറ്റ് മെയിൻറ്റെയിൻസ് പാർലമെന്ററി ബാലൻസ് ഓഫ് പവർ. ബാലൻസ് ഓഫ് പവർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ പ്ലേ ചെയ്യുന്നു മെയിനായിട്ട് എന്റെ ഫംഗ്ഷന്റെ പാർട്ടായിട്ട് വരും. ഓക്കെ, സോ ഇത്രയാണ് ആക്ച്വലി അത് ഡെപ്യൂട്ടി സ്പീക്കറിനെ കുറിച്ച് ഈ ന്യൂസിൽ ബ്രീഫ് ആയിട്ടുള്ളത്. ഇത് നമുക്ക് മെയിൻസിൽ ഏതൊക്കെ പോയിന്റിൽ കണക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് പാർലമെന്റിന്റെ ഫംഗ്ഷനിങ് ആയിട്ടുള്ളതും പിന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷനിലെ ഇഷ്യൂസും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഇഷ്യൂസിനെ കുറിച്ചുള്ള ബ്രീഫിംഗിൽ ആക്ച്വലി ഈ ഒരു ആർട്ടിക്കിൾ നമുക്ക് കണക്ട് ചെയ്യും. ഓക്കെ, സോ മൂവിങ് ടു നെക്സ്റ്റ് ആർട്ടിക്കിൾ. സോ നെക്സ്റ്റ് ആർട്ടിക്കിൾ ഇസ് അബൌട്ട് അർബനൈസേഷൻ. അപ്പൊ അർബനൈസേഷനും ക്ലൈമറ്റ് ചേഞ്ചിനെയും കുറിച്ച് കോറിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. അപ്പൊ ഇതിന്റെ അകത്ത് എന്താണ് ഈ ഓതേഴ്സ് പറയുന്നതെന്ന് വെച്ചാൽ, ഇന്ത്യയുടെ അർബൻ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ഒരു കൺസേൺസ് റൈസ് ചെയ്യുന്ന ഒരു ആർട്ടിക്കിൾ. അപ്പൊ എന്റെ ഫസ്റ്റ് പോയിന്റ് എന്ന് വെച്ചാൽ അർബൻ ക്ലൈമറ്റ് ക്രൈസിസ് ആൻഡ് SDG 11 ചാലഞ്ചസ്. അപ്പോൾ SDG 11 എന്താന്ന് ഫസ്റ്റ് നമ്മൾ അറിയണം. സോ വാട്ട് ഇസ് ദിസ് SDG 11? SDG 11 എന്ന് പറഞ്ഞാൽ സസ്റ്റൈനബിൾ സിറ്റീസ് ആൻഡ് കമ്മ്യൂണിറ്റീസ്. ഇതിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു SDG ടാർഗറ്റ് ആണ് ആക്ച്വലി, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ ടാർഗറ്റ് ആണ് ആക്ച്വലി SDG 11 എന്ന് പറയുന്നത്. ഇതിന്റെ മെയിൻ എയിം എന്താന്ന് വെച്ചാൽ, ഇറ്റ് എയിംസ് ടു മേക്ക് സിറ്റീസ് ഇൻക്ലൂസീവ്, സേഫ്, റെസിലിയന്റ് ആൻഡ് സസ്റ്റൈനബിൾ. അപ്പൊ നമുക്ക് ചുറ്റുമുള്ള സിറ്റീസിനെ ഇൻക്ലൂസീവ് ആക്കുക, എല്ലാ കമ്മ്യൂണിറ്റീസിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള രീതിയിലാക്കുക, സേഫ് ആക്കുക, റെസിലിയന്റ് ആക്കുക, അതായത് ഓരോ ഷോക്ക് അബ്സോർവ് ചെയ്യുന്ന രീതിയിൽ ഡെവലപ്മെന്റ് കൊണ്ടുവരിക, സസ്റ്റൈനബിൾ ആക്കുക, ഫ്യൂച്ചർ ജനറേഷനും കൂടെ ആക്സസിബിൾ ആയിട്ടുള്ള രീതിയിലാക്കുക എന്നുള്ള ഒരു ആംഗിളിൽ കൊണ്ടുവരുന്ന ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളാണ്. ഇറ്റ് ഫോക്കസസ് ഓൺ ആക്സസ് ടു അഡിക്വേറ്റ് ഹൗസിംഗ്, ബേസിക് സർവീസസ് ആൻഡ് സസ്റ്റൈനബിൾ സപ്പോർട്ട്. അതായത് ബേസിക് ഹൗസിംഗും സസ്റ്റൈനബിൾ ആയിട്ടുള്ള സപ്പോർട്ടിനെ ആണ് മെയിനായിട്ട് ഇത് ഫോക്കസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് ടാർഗറ്റ് ഫോർ റെഡ്യൂസിങ് എൻവയോൺമെന്റൽ ഇമ്പാക്ട്. അപ്പൊ എൻവയോൺമെന്റ് ഇമ്പാക്ട് റെഡ്യൂസ് ചെയ്യാനുള്ള ടാർഗറ്റും ഈ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളിൽ മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ് ഈ ഓതർ പറയുന്നത് നോക്കാം. ഇപ്പൊ ഇന്ത്യൻ സിറ്റീസ് ആർ ഇൻക്രീസ്ലി വർണബിൾ ടു ക്ലൈമറ്റ് എക്സ്ട്രീം. അപ്പൊ റീസെന്റ് സിറ്റീസ് ഹൈലി വർണബിൾ ആണ് എന്താണ് ക്ലൈമറ്റ് എക്സ്ട്രീമിന്, എസ്പെഷ്യലി എന്താണ് അർബൻ ഫ്ലഡ്സ്, ഹീറ്റ് വേവ്സ്, വാട്ടർ ഷോർട്ടേജ്, ഇങ്ങനത്തെ ഒരു എക്സ്ട്രീം ആയിട്ടുള്ള ഒരു വൾണറബിൾ ആയിട്ടുള്ള ഡിസാസ്റ്ററിന് ഭയങ്കരമായിട്ട് പ്രോൺ ആയിട്ടുള്ള ഏരിയാസ് ആയി മാറുന്നുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ സിറ്റീസ്. അപ്പൊ ഇത് നമ്മുടെ ഈ ഒരു SDG 11 ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നതിലും വളരെ ഡീപ്പായിട്ട് ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ മെയിനായിട്ട് ഓതേഴ്സ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ അകത്തൊരു നമ്മളെ റിപ്പോർട്ടിങ് അല്ലെങ്കിൽ നമ്മളെ ഒരു ഡേറ്റ കൊടുക്കുന്നതിൽ ഒരു വീഴ്ച ഉണ്ടെന്നാണ് പറഞ്ഞത്. ദർ ഇസ് ഗ്യാപ്സ് ഇൻ ട്രാക്ക് ആൻഡ് റിയാലിറ്റി. അപ്പൊ എക്സിസ്റ്റിംഗ് ഇൻഡെക്സസ് ആയിട്ടുള്ള നീതി ആയോഗ് SDG അർബൻ ഇൻഡെക്സ്, ഇതാണ് കറന്റ് നമ്മൾ ഈ ഒരു അർബനൈസേഷൻ അല്ലെങ്കിൽ സിറ്റീസിനെ ടാർഗറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ഇൻഡെക്സ്. ഇറ്റ് ഈസ് ഇൻഎഡിക്യൂട്ട്ലി ഫോർ ക്യാപ്ചർ ഗ്രൗണ്ട് റിയാലിറ്റി. ആക്ച്വലി നമ്മൾ ഡേറ്റ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഗ്രൗണ്ട് റിയാലിറ്റി അല്ല ക്യാപ്ചർ ചെയ്യുന്നതെന്ന് പറയുന്നത്. സോ നമുക്ക് അതുകൊണ്ട് തന്നെ ഒരു ന്യൂ റിസർച്ച് ബേസ്ഡ് ആയിട്ടുള്ള ഇൻഡിസസ് കൊണ്ടുവരേണ്ടതുണ്ട്. എന്തൊക്കെ ബേസ് ചെയ്തിട്ട്? സേഫ്റ്റി, ഇൻക്ലൂസിവിറ്റി, സസ്റ്റൈനബിലിറ്റി ആൻഡ് റെസിലിയൻസ് എന്നുള്ള ഈ ആങ്കറിൽ ബേസ് ചെയ്തിട്ട് പുതിയ ഒരു റിസർച്ച് ഇൻഡെക്സ് കൊണ്ടുവരണം എന്നാണ് ആക്ച്വലി ഓതേഴ്സ് പറയുന്നത്. അതേപോലെ അർജന്റ് റിഫോംസ് നീഡഡ്. ഇതേപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അർജന്റ് റിഫോംസ് കാണാം. എങ്ങനെ ലോക്കലൈസ്ഡ് ഗവർണൻസ് ലെവലിൽ സിറ്റി സ്പെസിഫിക് ആയിട്ടുള്ള സസ്റ്റൈനബിൾ റെസിലിയന്റ് ടാർഗറ്റ് അല്ലെങ്കിൽ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ റിയൽ ടൈം ഡേറ്റ അച്ചീവ് ചെയ്യുന്നതിൽ ഈ ഒരു കാര്യങ്ങളെല്ലാം കവർ ചെയ്തുകൊണ്ട് നമ്മൾ പുതിയ ഇൻഡിസസ് കൊണ്ടുവരണം. ഈ ഒരു ഏരിയസിൽ റിഫോംസ് കൊണ്ടുവന്നാൽ നമുക്ക് ഒരു ക്ലൈമറ്റ് റെസിലിയന്റ് ആയിട്ടുള്ള സിറ്റിയെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്നാണ് ആദേശ് ന്യൂസിൽ മെയിനായിട്ട് ബ്രീഫ് ചെയ്യുന്നത്. ഇനി ഇന്ത്യ എന്താണ് ആക്ച്വലി സിറ്റീസ് ഡെവലപ്മെന്റിന് മെയിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള പ്രൊവിഷൻസ് അല്ലെങ്കിൽ പ്രോഗ്രാംസ് നോക്കാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഇന്ത്യയുടെ മെയിൻ
മിഷൻ ആണ് ആക്ച്വലി അത് സ്മാർട്ട് സിറ്റീസ് മിഷൻ എന്ന് പറഞ്ഞത്. ലോഞ്ച്ഡ് ഇൻ 2015 ടു എൻഹാൻസ് ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻ 100 സെലക്ടഡ് സിറ്റി. അപ്പൊ 2050 വന്നപ്പോൾ 100 സിറ്റീസ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അത് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ മെയിൻ ആയിട്ട് ഇതാണ് ഫോക്കസ് ചെയ്യുന്നത്, അർബനൈസേഷൻ ഫോക്കസ് ചെയ്തിട്ടുള്ള ഇന്ത്യയുടെ മെയിൻ ആയിട്ടുള്ള പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇതെന്താണ് ആക്ച്വലി ഫോക്കസ് ചെയ്യുന്നത് നോക്കാം. ഇറ്റ് ഫോക്കസസ് ഓൺ ഏരിയ ബേസ്ഡ് ഡെവലപ്മെന്റ്. അതായത് സിറ്റിയെ പല പല ഏരിയ ആയിട്ട് ടാർഗറ്റ് ചെയ്തിട്ട് ആ ഒരു ഏരിയ ബേസ്ഡ് ഡെവലപ്മെന്റിന് പിന്നെ പാൻ സിറ്റി സ്മാർട്ട് സൊല്യൂഷനെയും കൊണ്ടുവരാനാണ് മെയിൻ ആയിട്ട് ഇത് ഫോക്കസ് ചെയ്യുന്നത്. സോ ഏരിയ ബേസ്ഡ് ഡെവലപ്മെന്റ് ആസ്പെക്റ്റിൽ ഇമ്പോർട്ടൻ്റ് ആണ് ആക്ച്വലി ഈ ഒരു മിഷൻ എന്ന് പറയുന്നത്. സോ ഇത്രയാണ് ആക്ച്വലി അത് ഈ ഒരു ആർട്ടിക്കിൾ മെയിൻ ആയിട്ട് ബ്രീഫ് ചെയ്യുന്നത്. അപ്പൊ ഇത് നമുക്ക് മെയിൻസിൽ ഏതൊക്കെ പോയിന്റ് ആയിട്ട് കോറിലേറ്റ് ചെയ്യാൻ നോക്കാം. GS1 പേപ്പർ 1 അർബനൈസേഷൻ പ്രോബ്ലം ആൻഡ് റെമഡീസിലും ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആംഗിളും നമുക്ക് കണക്ട് ചെയ്യാം. അതേപോലെ SIയിൽ ഒരു ഫോർഡർ പോയിന്റ് ആയിട്ട് ഇത് കീപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ ന്യൂസ് ബ്രീഫിൽ മെയിൻ ആയിട്ടുള്ളത്. സോ മൂവിങ് ടു നെക്സ്റ്റ് ആർട്ടിക്കിൾ. നെക്സ്റ്റ് ആർട്ടിക്കിൾ മെയിൻ ആയിട്ട് ഫേക്ക് ന്യൂസിനെ കുറിച്ചിട്ടുള്ളതും പ്രസ് ഫ്രീഡത്തിനെ കുറിച്ചിട്ടുള്ളതാണ് ആക്ച്വലി ഇത് പറയുന്നത്. ഒരു ലിബർട്ടി അല്ലെങ്കിൽ ഫ്രീഡം എന്നുള്ള ഒരു ആംഗിളിലും SI പോയിന്റ് ഓഫ് വ്യൂലും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതെന്താണ് ഓതേഴ്സ് പറയുന്നത് വെച്ചാൽ ദർ ഇസ് എ ഹൈ ഫിയർ ഓഫ് ഫേക്ക് ന്യൂസ് ആൻഡ് ലോ ഡിമാൻഡ് ഫോർ പ്രസ് ഫ്രീഡം. അതായത് ഫേക്ക് ന്യൂസിനെ കുറിച്ച് ഭയങ്കര ഫിയറും ഉണ്ട്, പക്ഷെ പ്രസ് ഫ്രീഡത്തിന് വളരെ ലോ ഡിമാൻഡും ആണ് ഇപ്പോഴത്തെ കറണ്ട് സൊസൈറ്റിയിൽ പുഷ് എന്ന് പറയുന്നതാണ് ഓതേഴ്സ് പറയുന്നത്. റീസെന്റ് അറിയാം, നമുക്ക് പഹൽഗാം അറ്റാക്ക് ഉണ്ടായപ്പോഴും ഫേക്ക് ന്യൂസ് ഒരുപാട് സ്പ്രെഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഇതേപോലെ റീസെന്റ് ആയിട്ട് സൊസൈറ്റിയെ ഹൈലി ഇമ്പാക്ട് ചെയ്യുന്ന കുറെ ഫേക്ക് ന്യൂസ് സ്പ്രെഡ് ആവുന്നുണ്ട്. അത് പ്രസ് ഫ്രീഡത്തിനെ അതേപോലെ സൊസൈറ്റി കൊഹഷനെയും ഒരുപാട് ബാധിക്കുന്നുണ്ട്. അപ്പൊ ഓതേഴ്സ് പറയുന്നത് എന്താ വെച്ചാൽ ഡിസ്പൈറ്റ് 65% ഓഫ് ഇന്ത്യ സീയിങ് ഫേക്ക് ന്യൂസ് ആസ് എ മേജർ പ്രോബ്ലം, ഓൺലി 68% വാല്യൂ ആൻഡ് അൺസെൻസേർഡ് പ്രസ്. അപ്പൊ ഇതൊരു ഡൈക്കോട്ടമസ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. ആക്ച്വലി നമ്മൾ എന്താ പറയുന്നത്, ഒരു സൈഡിൽ നിന്ന് നമ്മൾ മെയിൻ ആയിട്ട് എന്താണ് ഫേക്ക് ന്യൂസിനെ നമ്മൾ കൗണ്ടർ ചെയ്യുമ്പോഴും അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ എന്താണ് നമ്മൾ പ്രസ് ഫ്രീഡത്തിന് വാല്യൂ വളരെ കുറച്ചാണ് കാണുന്നത്. ഇത് മെയിൻ ആയിട്ട് നമുക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രസ് ഫ്രീഡം ഇൻഡെക്സ് ഉണ്ട്, അതാണ് വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ്. ഇത് ഇന്ത്യയുടെ കറണ്ട് റാങ്കിങ് എന്ന് വെച്ചാൽ 159 ആണ് ഔട്ട് ഓഫ് 180, വളരെ ലോ ആണ്. ഇത് എന്താണ് ആക്ച്വലി റിഫ്ലക്ട് ചെയ്യുന്നത്? ഇത് ആക്ച്വലി റിഫ്ലക്ട് ചെയ്യുന്നത് പൂവർ പ്രസ് ഫ്രീഡം ഇൻ ഇന്ത്യ ആണ്. അപ്പൊ ഇതിന്റെ ഇംപ്ലിക്കേഷൻസ് എന്താണ്? ഈ ഒരു ഇംപ്ലിക്കേഷൻ മൂലം മെയിൻ ആയിട്ട് ഉണ്ടാകുന്ന വെച്ചാൽ പീപ്പിൾ ട്രസ്റ്റ് സ്റ്റേറ്റ് കൺട്രോൾ ഓവർ മീഡിയ മോർ ദാൻ മീഡിയസ് ഇൻഡിപെൻഡൻസ്. അതായത് പീപ്പിളിന് സ്റ്റേറ്റ് ക്യൂറേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗവൺമെന്റ് ക്യൂറേറ്റഡ് ആയിട്ടുള്ള ന്യൂസിലാണ് കൂടുതൽ ട്രസ്റ്റ് ഉള്ളത് റാദർ ദാൻ മീഡിയ ഇൻഡിപെൻഡൻസ് എന്നുള്ളത്. അപ്പൊ ഇത് ക്രിട്ടിക്കലാണ് അതിന് പ്രസ് ഫ്രീഡം എന്നുള്ള ഒരു കാര്യത്തിനും ഹെൽത്തി ഡെമോക്രസിയുടെ ഒരു ഫംഗ്ഷനും ഭയങ്കര ക്രിട്ടിക്കലാണ്. കാരണം മീഡിയ എന്ന് പറയുന്ന 4th പില്ലർ ഓഫ് ഡെമോക്രസി എന്നുള്ളതാണ്. അപ്പൊ ഇൻഫർമേഷൻ കറക്റ്റ് സമയത്ത് കറക്റ്റ് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള രീതിയിൽ ഫ്ലോ ചെയ്യേണ്ടത് ഹൈലി ഇമ്പോർട്ടന്റ് ആണ്. എന്തിനു വേണ്ടിയിട്ട്? ഒരു ഹെൽത്തി ഡെമോക്രസിക്ക് വേണ്ടിയിട്ട്. അപ്പൊ ഈ ഒരു പ്രസ് ഫ്രീഡം കുറയുന്നത് ഡെമോക്രസിയുടെ ഹെൽത്തി ഫംഗ്ഷനെ ഹൈ ഇമ്പാക്റ്റ് ആയി ബാധിക്കുന്നുണ്ട്. ഇനി പ്രിൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ഏതൊക്കെ പോയിന്റ്സ് ഇമ്പോർട്ടന്റ് നോക്കാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് വെച്ചാൽ വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് ആണ്. അപ്പൊ ഈ ഇൻഡെക്സ് എന്ന് വെച്ചാൽ ഇറ്റ് അസസ് ദ സ്റ്റേറ്റ് ഓഫ് ജേർണലിസം ഇൻ 180 കൺട്രീസ് ആൻഡ് ടെറിട്ടറീസ് ആനുവലി. അപ്പൊ ആനുവലി റിലീസ് ചെയ്യുന്ന ഒരു ഇൻഡെക്സ് ആണ് ഇത് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ. ഇത് എന്തിന്റെ ബേസ് ചെയ്തിട്ടാണ് റാങ്ക് ചെയ്യുന്നത്? ബേസ്ഡ് ഓൺ പ്ലൂറലിസം, മീഡിയ ഇൻഡിപെൻഡൻസ്, എൻവയോൺമെന്റ്, സെൽഫ് സെൻസർഷിപ്പ്, ലെജിസ്ലേറ്റീവ് ഫ്രെയിംവർക്ക്, ട്രാൻസ്പെറൻസി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ. ഇത്രയും ആസ്പെക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ആക്ച്വലി പ്രസ് ഫ്രീഡം ഇൻഡെക്സ് മെയിൻ ആയിട്ട് റിലീസ് ചെയ്യുന്നത്. അപ്പൊ റീസെന്റ് ട്രെൻഡ് എന്തെന്ന് വെച്ചാൽ ഗ്ലോബലി ഫ്രീഡം ഓഫ് സ്പീച്ച് ഫേസസ് ചാലഞ്ച് ഇൻക്ലൂഡിങ് ഇൻക്രീസ് സർവൈലൻസ് ആൻഡ് സെൻസർഷിപ്പ്. അപ്പൊ ഗ്ലോബൽ ലെവലിൽ നമുക്ക് നോക്കുകയാണെങ്കിലും പ്രസ് ഫ്രീഡം ഹൈലി ചാലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ട്. എന്ത് ആസ്പെക്റ്റിലാണ് ആ ചാലഞ്ച് എന്ന് വെച്ചാൽ 1 ഇൻക്രീസ്ഡ് ആയിട്ടുള്ള സർവൈലൻസ് ഉണ്ട്, 2 സെൻസർഷിപ്പ് ഹൈ ആണ്. That means states are actually controlling the media globally. Digital platforms have become significant spaces for expression, but also for control and manipulation. അപ്പോൾ ഈ നോർമൽ ആയിട്ടുള്ള ഒരു മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇപ്പം ഇവോൾവ് ആയിട്ട് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലോട്ട് പോകുന്നുണ്ടെങ്കിലും അതും ഇപ്പൊ ആക്ച്വലി എന്താണ് സെൻസർഷിപ്പിനും കൺട്രോളും മാനിപ്പുലേഷനും ബാധകമാകുന്നുണ്ട്. സോ ബാലൻസിങ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ വിത്ത് കൺസേൺസ് അബൌട്ട് ഹെയ്റ്റ് സ്പീച്ച് ആൻഡ് മിസ്ഇൻഫർമേഷൻ റിമെയിൻസ് ചെയ്യുക. ഇപ്പൊ ഓതേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ടിനും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. അതായത് പ്രസ് ഫ്രീഡം ഇൻഡെക്സിനെ എൻഹാൻസ് ചെയ്യും, മിസ്ഇൻഫർമേഷൻ കൊടുക്കുന്ന ന്യൂസിനെ കട്ട് ചെയ്യുകയും ചെയ്തിട്ട് ഒരു ബാലൻസ് കീപ്പ് ചെയ്ത് പോകണമെന്നാണ് ആക്ച്വലി ഈ ന്യൂസിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് മെയിനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞാൽ SIയിൽ ഒരു ഫോർഡർ പോയിന്റ് ആയിട്ടും പിന്നെ റോൾ ഓഫ് മീഡിയ ആൻഡ് ഡെമോക്രസി എന്നുള്ള ആസ്പെക്റ്റിൽ GS പേപ്പർ 2 നമുക്ക് മെയിനായിട്ട് ഈ ഒരു ആർട്ടിക്കിളിൽ കോറിലേറ്റ് ചെയ്യാൻ പറ്റും. സോ മൂവിങ് ടു നെക്സ്റ്റ് ആർട്ടിക്കിൾ ഒരു പ്ലേസസ് ഇൻ ന്യൂസ് എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു ആർട്ടിക്കിൾ ആണ്. എന്താ റീസെന്റ് ന്യൂസിലുണ്ടായിരുന്നത്? നമ്പർ ഓഫ് പീപ്പിൾ കിൽഡ് ഇൻ ഇറാൻ പോർട്ട് എക്സ്പ്ലോഷൻ ഓൺ മൺഡേ. അതായത് മൺഡേ ഒരു ഇറാനിലെ ഒരു പോർട്ടിൽ ഒരു എക്സ്പ്ലോഷനിൽ അറൌണ്ട് 46 പീപ്പിളോളം
ഡൈ ചെയ്തു എന്നാണ് ന്യൂസിൽ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഇറാനിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർട്ട്സ് ഏതൊക്കെ നോക്കാം. ഇതിൽ മേജർ പോർട്ട് എന്ന് വെച്ചാൽ ചാബഹാർ പോർട്ടാണ്. ഇവിടെ ഇന്ത്യക്ക് ക്രിട്ടിക്കൽ ആയിട്ടുള്ള റോൾ പ്ലേ ചെയ്യുന്ന ഒരു പോർട്ടാണ്. സ്ട്രാറ്റജിക് ലൊക്കേഷൻ ആണ് ആക്ച്വലി ചബഹാർ പോർട്ട് എന്ന് പറയുന്നത്. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് പേർഷ്യൻ ഗൾഫിലുള്ള ബന്ദർ അബ്ബാസ് പോർട്ട് എന്ന് പറയുന്നത്. രണ്ടും നിങ്ങൾ നോക്കിക്കോണം, ഒന്ന് പേർഷ്യൻ ഗൾഫിലും ഒന്ന് ഗൾഫ് ഓഫ് ഒമാനിലുമാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ ഒരു രീതിയിൽ കൺഫ്യൂസ്ഡ് ആവരുത്. അപ്പൊ ഇത് എങ്ങനെ നമുക്ക് സ്ട്രാറ്റജിക് രീതിയിൽ കണക്ട് ചെയ്യാമെന്നും കൂടി നോക്കാം. ഫസ്റ്റ് ആസ്പെക്ട് എന്ന് പറയുന്നത് സ്ട്രിംഗ് ഓഫ് പേൾസ് പോളിസി എന്നുള്ള ചൈനയുടെ സ്ട്രാറ്റജിയാണ്. എന്താണ് ഈ കൺസെപ്റ്റ് എന്ന് പറയുന്നത്? ഇറ്റ്സ് എ ജിയോ പൊളിറ്റിക്കൽ തിയറി that describes China's network of strategic and economic influence along sea lanes from South China Sea to Indian Ocean. അതായത് ചൈനയുടെ സൗത്ത് ചൈന സീ തൊട്ട് ഇന്ത്യൻ ഓഷൻ വരെ അവർ സ്ട്രാറ്റജിക് ആയിട്ട് ഫുട് ഹോൾഡ് കീപ്പ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു ജിയോ പൊളിറ്റിക്കൽ തിയറിയാണ് ആക്ച്വലി അത് സ്ട്രിംഗ് ഓഫ് പേൾസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവർ ഈ ലൊക്കേഷൻസിൽ പോയി പോർട്ടിന്റെ കൺട്രോൾ ടേക്ക് ഓവർ ചെയ്തിട്ട് അവിടെ മിലിറ്ററി ബേസ് എനേബിൾ ചെയ്യുന്നു എന്നുള്ളതാണ് ആ ഒരു സ്ട്രാറ്റജിക് ഫുട് ഹോൾഡ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ഒരു സ്ട്രിംഗ് ഓഫ് പേൾസിൽ വരുന്ന ഇമ്പോർട്ടന്റ് പോർട്ട്സ് ഏതൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ഗോദാർ പോർട്ട് ഇൻ പാകിസ്ഥാൻ. ഇമ്പോർട്ടന്റ് സ്ട്രാറ്റജിക് ലൊക്കേഷൻ ആണ്. ഏതൊക്കെ ഏരിയയിലാണ്? അറേബ്യൻ സീയിലും സെപ്പക് പാർട്ട് ഓഫ് ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോറിന്റെ പാർട്ടും കൂടെയാണ്. പിന്നെ ഹമ്പൻതോട്ട പോർട്ട് ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യക്ക് ഭയങ്കര തലവേദന ഉണ്ടാക്കുന്ന ഒരു പോർട്ടും കൂടിയാണ്. എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ശ്രീലങ്കയിലാണ്. ദിജിബൌട്ടി പോർട്ട് അതെവിടെ ലൊക്കേറ്റ് നിയർ ബാബ എൽ മന്ദേബ് സ്ട്രേറ്റ്. ആ സ്ട്രേറ്റിന്റെ അടുത്തായിട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർട്ടാണ് ദിജിബൌട്ടി പോർട്ട് എന്ന് പറയുന്നത്. അതേപോലെ കൈപ്പു പോർട്ട് ഇൻ മ്യാൻമാർ ഇമ്പോർട്ടന്റ് ആണ്. ബേ ഓഫ് ബംഗാൾ ഏരിയയിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആക്സസ് ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൈപ്പു പോർട്ട് മ്യാൻമാറിലുള്ളത്. ഈ സ്ട്രിംഗ് ഓഫ് പേൾസിന്റെ പാർട്ടായിട്ട് ചൈന ഫുട് ഹോൾഡ് ചെയ്തിട്ടില്ല. സോ ഇതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യ എന്താ ചെയ്യുന്നത്? നെക്ലസ് ഓഫ് ഡയമണ്ട് എന്ന് പറഞ്ഞ സ്ട്രാറ്റജി കൊണ്ടുവരുന്നുണ്ട്. സോ വാട്ട് ഇസ് ഇറ്റ്? ഇറ്റ് ഈസ് ഇന്ത്യ സ്ട്രാറ്റജി ടു കൗണ്ടർ ചൈന സ്ട്രിംഗ് ഓഫ് പേൾസ്. ഇതെങ്ങനെ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് വെച്ചാൽ ബൈ ഡെവലപ്പിംഗ് ഇറ്റ്സ് ഓൺ നെറ്റ്വർക്ക് ഓഫ് പാർട്ണർഷിപ്പ് ആൻഡ് സ്ട്രാറ്റജിക് ആക്സസ് ഇൻ ഇന്ത്യൻ ഓഷൻ റീജിയൻ. അപ്പൊ ഇന്ത്യൻ ഓഷൻ റീജിയനിൽ ആ സ്ട്രാറ്റജിക് ആക്സസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഈ സ്ട്രിംഗ് ഓഫ് പേൾസിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ സ്ട്രാറ്റജിയാണ് നെക്ലസ് ഓഫ് ഡയമണ്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ സ്ട്രിംഗ് ഓഫ് പേൾസിനെ കവർ ചെയ്തിട്ട് ഒരു നെക്ലസ് ഓഫ് ഡയമണ്ട്സ് എന്നുള്ള രീതിയിൽ ഒരു നെക്ലസ് കണക്ക് ഇതിനെ കൗണ്ടർ ചെയ്തിട്ടാണ് ഈ ഒരു പോർട്സിന്റെ ആക്സസ് മെയിൻ ആയിട്ട് ഇന്ത്യ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിന് ഇന്ത്യ ഹെൽപ്ഫുൾ ആയിട്ടുള്ള പോർട്സ് ഏതൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് വൺ ചബഹാർ പോർട്ട് ആണ് ഇപ്പൊ ന്യൂസിലുണ്ടായിരുന്നത്, ഇറാനിലാണ്. സെക്കൻഡ് വൺ ഇസ് ദുഃഖം പോർട്ട് ഇൻ ഒമാൻ. അപ്പൊ ഒമാനിലെ ദുഃഖം പോർട്ടാണ് അടുത്തൊരു മെയിൻ ആയിട്ട് വരുന്നത്. ഇതിന്റെ ലൊക്കേഷൻ ഇമ്പോർട്ടന്റ് ആണ്. എവിടെ? നിയർ ടു സ്ട്രേറ്റ് ഓഫ് ഹോർമസ് എന്ന് പറഞ്ഞു. നെക്സ്റ്റ് വൺ ഇസ് അസംഷൻ ഐലൻഡ് ഇൻ സീഷെൽസ് ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യൻ ഓഷൻ റീജിയനിലെ ഇമ്പോർട്ടന്റ് ഐലൻഡ് റീജിയൻ ആണ്. സബാങ് പോർട്ട് ഇൻ ഇന്തോനേഷ്യ മെയിൻലി മലാക്ക സ്ട്രേറ്റ് ചെക്ക് പോയിന്റ് അടുത്തുള്ള അല്ലെങ്കിൽ ചോക്ക് പോയിന്റ് അടുത്തുള്ള ഒരു ഏരിയ ആണ് ആക്ച്വലി അത് ഈ സബാങ് പോർട്ട് എന്ന് പറയുന്നത്. ദെൻ ചാങ്വി നാവൽ ബേസ് ഇൻ സിംഗപ്പൂർ. അപ്പൊ ഈ ഒരു ഇത്രയും സബാങ് പോർട്ടും ചാങ്വി നാവൽ ബേസ് എന്ന് പറഞ്ഞാൽ ഹൈലി ചൈനയ്ക്ക് ഒരു തലവേദന ഉണ്ടാക്കുന്നതാണ്. കാരണം മലാക്ക സ്ട്രേറ്റ് എന്ന് പറഞ്ഞ ചോക്ക് പോയിന്റിന്റെ മെയിൻ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയാസ് ആണ് ഇതിലുണ്ട്. അപ്പൊ ഇത് രണ്ടും വെച്ചാണ് ഇവരെന്താണ് ജിയോ പൊളിറ്റിക്കലി അങ്ങോട്ടും ഇങ്ങോട്ടും കൗണ്ടർ ബാലൻസ് ചെയ്യുന്നത്. ബോത്ത് ഇന്ത്യ ആൻഡ് ചൈന ഓൺ വിച്ച് റീജിയൻ? ഇന്ത്യൻ ഓഷൻ റീജിയൻ. ഓക്കെ. അപ്പൊ ഈ ഒരു ന്യൂസ് ആർട്ടിക്കിൾ നമുക്ക് ഏതൊക്കെ രീതിയിൽ മെയിൻസ് പോയിന്റിൽ റിലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഫസ്റ്റ് വൺ ഇസ് ഇന്റർനാഷണൽ റിലേഷനിൽ മെയിനായിട്ട് റിലേറ്റ് ചെയ്യാം. ഇന്ത്യ എക്സ്റ്റൻഡഡ് നൈബർഹുഡ് പോളിസിയിലും സ്ട്രാറ്റജിക് ഡിസിഷനിലും. അതേപോലെ GS പേപ്പർ 3 ഇൻഫ്രാസ്ട്രക്ചർ പുഷിന്റെ പാർട്ടായിട്ട് നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റും. സോ ഇത്രയാണ് ഈ ന്യൂസ് ആർട്ടിക്കിൾ മെയിനായിട്ട് ബ്രീഫ് ചെയ്യാനുള്ളത്. സോ നെക്സ്റ്റ് വൺ ഇസ് ആൻ ഇമ്പോർട്ടന്റ് ന്യൂസ് ആർട്ടിക്കിൾ മെയിൻലി റിലേറ്റഡ് ടു വുമൻ ഇഷ്യൂ ആൻഡ് ചേഞ്ചിങ് അവർ സൊസൈറ്റിയൽ ആസ്പെക്ട് എന്നുള്ള ആംഗിളിൽ മെയിനായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ന്യൂസ് ആണ്. ഇതെന്ന് വെച്ചാൽ റിസ്ക് സൊസൈറ്റി എന്നൊരു കൺസെപ്റ്റിനെയാണ് ആക്ച്വലി ബ്രീഫ് ചെയ്യുന്നത്. ഈ കൺസെപ്റ്റ് ആക്ച്വലി കൊണ്ടുവരുന്ന ഉൾറിച്ച് ബെക്സ് എന്ന് പറഞ്ഞ ഒരു ഓതർ. അപ്പൊ എന്താണ് ഈ റിസ്ക് സൊസൈറ്റി എന്ന് പറയുന്നത്? സാധാരണ എന്താണ് നമ്മുടെ ഒരു സൊസൈറ്റി റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ അഗ്രേറിയൻ ടു ഇൻഡസ്ട്രിയൽ ദെൻ ടു മോഡേൺ ലെവലിലുള്ള ഗ്രോത്ത് ആണ്. സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ടേക്ക് ഓഫ് ചെയ്ത് പോകുന്ന ഒരു ഗ്രോത്ത് ആണ് മെയിൻ ആയിട്ടുള്ളത്. പക്ഷെ ഇവിടെ ഓതർ പറയുന്നത് വെച്ചാൽ നമ്മൾ ഈ ഒരു സ്റ്റേജിൽ നിന്ന് തിരിച്ച് റിട്ടേൺ ചെയ്യുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ട് നമ്മൾ റിട്ടേൺ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡ്യൂ ടു സം ഓഫ് ദി ഇൻഡ്യൂസ്ഡ് റിസ്ക് മെയിൻലി മാൻമെയ്ഡും ഉണ്ട് നാച്ചുറലും ഉണ്ട്. പക്ഷേ ഇൻഡ്യൂസ്ഡ് റിസ്ക് മെയിൻലി ന്യൂക്ലിയർ ഡിസാസ്റ്റർ, പാൻഡമിക്സ്, ക്ലൈമറ്റ് ചേഞ്ച് പോലുള്ള ഇൻഡ്യൂസ്ഡ് റിസ്ക് കാരണം തിരിച്ച് നമ്മൾ എവല്യൂഷനിൽ നിന്ന് തിരിച്ച് ബാക്കിലോട്ട് പോവുകയാണ് എന്നാണ് ആക്ച്വലി ഈ ഒരു കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പൊ ഈ ഒരു കൺസെപ്റ്റാണ് നമ്മൾ എന്ത് പറയുന്നത്? റിസ്ക് സൊസൈറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഒരു വേ ബാക്ക് ഉണ്ടാകുമ്പോൾ മെയിനായിട്ട് ഇത് അഫക്ട് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് സൊസൈറ്റിയിലുള്ള വൾനറബിൾ
സെക്ഷൻ ആയിട്ടുള്ള വുമണിനെയാണ്. അപ്പൊ ഇത് എങ്ങനെ വുമനെ ബാധിക്കുന്നു എന്നുള്ളതാണ് ഈ ആർട്ടിക്കിൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ജെൻഡേർഡ് ഇമ്പാക്ട്. വുമൻ എസ്പെഷ്യലി ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ് ഡിസ്പ്രൊപ്പോർഷണലി ഫേസ് എ കോൺസിക്വൻസ്. അപ്പം ഡെവലപ്പിംഗ് കൺട്രീസിലെ വുമൻ ആണ് ഇത് മെയിൻ ആയിട്ടും ഈ റിസ്ക് ഫേസ് ചെയ്യുന്നത്. എങ്ങനെയൊക്കെ? ഡ്യൂ ടു എക്കണോമിക് ഇൻഇക്വാലിറ്റീസ്, കെയർ ഗീവിംഗ് റോൾസ് ആൻഡ് ലിമിറ്റഡ് ആക്സസ് ടു റിസോഴ്സ്. അപ്പൊ ഈ ഒരു ആംഗിൾ, അതായത് എക്കണോമിക് ഇൻഇക്വാലിറ്റി എന്നുള്ള രീതിയിലും കെയർ ഗീവിംഗ് റോൾ ഗീവ് ചെയ്യുന്ന രീതിയിലും ആക്സസ് ടു റിസോഴ്സ് എന്ന രീതിയിൽ വുമൻ ഹൈലി ഇമ്പാക്റ്റഡ് ആണ് ഈ ഒരു റിസ്ക് സൊസൈറ്റി കൺസെപ്റ്റ് മൂലം. ഓക്കെ, ഇതാണ് മെയിനായിട്ട് ഈ ഒരു ആർട്ടിക്കിൾ പറയുന്നത്. അപ്പൊ ഇത് മെയിനായിട്ട് നിങ്ങൾക്ക് എസ്ഐയിൽ ഒരു ഇമ്പോർട്ടന്റ് ഫോർഡർ പോയിന്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യാം ഈ ഒരു കൺസെപ്റ്റ് റിസ്ക് സൊസൈറ്റി എന്നുള്ളതും, അതിൽ വുമൻ അല്ലെങ്കിൽ ജെൻഡർ ഇമ്പാക്ട് എങ്ങനെ വരുന്നു എന്നുള്ളതും, അല്ലെങ്കിൽ ഇത് എങ്ങനെ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നു എന്നുള്ളതും മെയിനായിട്ട് നിങ്ങൾക്ക് കോറിലേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതിന്റെ ഇമ്പോർട്ടൻസ് ആയിട്ട് പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ പറയുകയാണെങ്കിൽ എന്താണ് റിസ്ക് സൊസൈറ്റി എന്നുള്ളത്? ഞാൻ പറഞ്ഞ പോലെ ഇറ്റ് ഈസ് എ ഷിഫ്റ്റ് ഫ്രം വെൽത്ത് ടു റിസ്ക് മാനേജ്മെന്റ്. ആൻഡ് റിസ്ക് മെയിൻലി എന്താണ്? ഗ്ലോബൽ ആണ്, നാച്ചുറൽ മാൻമെയ്ഡും ആണ്. ഓക്കെ, അപ്പൊ നാച്ചുറൽ മാൻമെയ്ഡ് റിസ്ക് നമ്മൾ മെയിനായിട്ട് അനലൈസ് ചെയ്യുമ്പോൾ നാച്ചുറൽ രീതിയിലാണെങ്കിൽ ഫ്രം നാച്ചുറൽ ലൈക്ക് എർത്ത് ഫ്ലഡ്സ് അങ്ങനത്തെ നാച്ചുറൽ റിസ്ക് ഉണ്ട്. അല്ലെങ്കിൽ ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ് ആണെങ്കിൽ പൊല്യൂഷൻ, ന്യൂക്ലിയർ ഡിസാസ്റ്റർ, ആ രീതിയിലുള്ള റിസ്ക് ആണ് മെയിനായിട്ട് എന്താ പറയുന്നത് ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ് ആയിട്ട് വരുന്നത്. ഞാൻ ഇത് ഏതൊക്കെ രീതിയിൽ മെയിൻസിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാന്ന് വെച്ചാൽ GS പേപ്പർ 1 സൊസൈറ്റിയിൽ അതിനകത്ത് ജെൻഡർ ഇൻഇക്വാലിറ്റി മെയിനായിട്ട് ഫോക്കസ് ചെയ്യാം. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആംഗിൾ GS പേപ്പർ 3 ഇൻക്ലൂഡ് ചെയ്യാം. അതേപോലെ അർബനൈസേഷൻ എന്നുള്ള കൺസെപ്റ്റ് മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ ന്യൂസിൽ മെയിനായിട്ട് ബ്രീഫ് ചെയ്യുന്നത്. നെക്സ്റ്റ് ന്യൂസ് ആർട്ടിക്കിൾ സ്പീഷീസിനെ കുറിച്ചാണ്. ആ സ്പീഷീസിന്റെ നിശ്ചയ ബിഹേവിയറിനെ കണക്ട് ചെയ്യുന്ന ന്യൂസ് ആർട്ടിക്കിളാണ്. അപ്പൊ ഈ ന്യൂസ് ആർട്ടിക്കിൾ മെയിൻ ആയിട്ട് ഒരു സ്പൈഡറിന്റെ ബിഹേവിയർ അല്ലെങ്കിൽ അർബൻ സ്പൈഡേഴ്സിന്റെ ബിഹേവിയറിനെ കുറിച്ചാണ് മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത് പറഞ്ഞു വെച്ചാൽ സ്റ്റഡി ഷോസ് ദാറ്റ് ഫണൽ വീവിംഗ് സ്പൈഡേഴ്സ് മോഡിഫൈ ദർ വെബ് ബേസ്ഡ് ഓൺ ആംബിയന്റ് നോയ്സ്. അതായത് ഈ സ്പൈഡേഴ്സ് വെബ് ക്രിയേറ്റ് ചെയ്യുന്നത് ഈ ആംബിയൻ നോയ്സിനെ ബേസ് ചെയ്തിട്ടാണ് വെബ് മെയിനായിട്ട് അത് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ റീസെന്റ് ഈ അർബൻ ഏരിയസിൽ ഈ വെബ് ക്രിയേഷന്റെ സ്ട്രക്ചറിൽ മാറ്റം വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവർ നോയ്സിനെ ആംപ്ലിഫൈ ചെയ്ത് വരുന്ന നോയ്സിനെ കൗണ്ടർ ചെയ്യുന്ന രീതിയിലാണ് ഇതിന്റെ സ്ട്രക്ചറലായിട്ടുള്ള മേക്കിംഗ് മെയിനായിട്ട് പോകുന്നത്. അപ്പൊ ഇത് മെയിനായിട്ട് എന്താ ചെയ്യുന്നത്? ഒരു ഇൻഡിക്കേറ്റർ സ്പീഷ്യസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് മെയിനായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന എക്കോളജിയുടെ നിഷ ആസ്പെക്ട് ഉണ്ട് ഓരോ ഓർഗാനിസിനും. ഈ നിഷ ആസ്പെക്ട് മെയിനായിട്ട് അതിന് എന്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഒരു സ്പീഷ്യസിന്റെ നിഷയിൽ നിന്ന് അത് എന്താണ് എക്കോളജിയുടെ ഇൻഡിക്കേഷൻ തരുന്നതെന്നുള്ള ഒരു ഐഡിയ നമുക്ക് ഇങ്ങനത്തെ രീതിയിലുള്ള സ്റ്റഡീസിൽ നിന്ന് മനസ്സിലാക്കും. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിൾ മെയിനായിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഒരു നിഷ ബിഹേവിയർ അല്ലെങ്കിൽ ചേഞ്ചസ് ഇൻ നിഷ ബിഹേവിയർ കാരണം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു സൊസൈറ്റി അല്ലെങ്കിൽ അർബൻ ഏരിയാസിൽ നോയ്സ് പൊല്യൂഷന്റെ എമൗണ്ട് കൂടി വരുവാണ്. ഇറ്റ് മെയിൻലി അണ്ടർലൈൻസ് ദ റിസ്ക് ഓഫ് നോയ്സ് പൊല്യൂഷൻ ഇൻ ദ സൊസൈറ്റി. അല്ലെങ്കിൽ സിറ്റി റീജിയൻ അല്ലെങ്കിൽ അർബൻ റീജിയൻസിൽ നോയ്സ് പൊല്യൂഷൻ ഹൈലി ഇമ്പാക്റ്റഡ് ആണ്. അത് ഈവൻ ഒരു സ്മാർട്ട് സ്പീഷീസിനെ പോലും ഹൈലി അത് ബാധിക്കുന്നുണ്ടാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത് മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്ന അർബനൈസേഷൻ ഇമ്പാക്ട് ഓൺ വൈൽഡ് ലൈഫ്. റിസർച്ച് ഹൈലൈറ്റ് ഹൗ ക്രോണിക് എക്സ്പോഷർ ടു അർബൻ നോയ്സ് പൊല്യൂഷൻ അഫക്ട് ദ ബിഹേവിയർ ആൻഡ് സെൻസറി അഡാപ്റ്റേഷൻ ടു വൈൽഡ് ലൈഫ്. അപ്പോൾ ക്രോണിക് ആയിട്ടുള്ള നോയ്സ് പൊല്യൂഷൻ എങ്ങനെയാണ് ഈ ബിഹേവിയർ ആസ്പെക്റ്റിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ആക്ച്വലി ഈ ഒരു ന്യൂസ് ആർട്ടിക്കിൾ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രിലിംസ് പോയിന്റ് നോക്കുകയാണെങ്കിൽ ഒന്ന് ആനിമൽ ബിഹേവിയർ ആൻഡ് അഡാപ്ഷൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിഷ ബിഹേവിയർ ആണ് മെയിനായിട്ട് ഇത് ഹൈലൈറ്റ് ചെയ്യുന്നത്. അത് പല രീതിയിലുള്ള നിഷ ബിഹേവിയർ നമ്മൾ എക്കോളജി പഠിക്കുന്നുണ്ടാവും. മൈഗ്രേഷൻ, കാമഫ്ലേജ് ആൻഡ് സോഷ്യൽ സ്ട്രക്ചർ എന്നുള്ള രീതിയിലും പഠിക്കുന്നുണ്ടാവും. ഇനി ഇത് എങ്ങനെ വൈൽഡ് ലൈഫ് ഇമ്പാക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ അർബനൈസേഷൻ എന്നുള്ള ഒരു ഹ്യൂമൻ ഫിനോമിന എങ്ങനെ വൈൽഡ് ലൈഫിൽ ഇമ്പാക്ട് ചെയ്യുന്നുള്ള important aspect, especially habitat loss, increased human wildlife conflict and adaptation by some species. ഓക്കെ, അപ്പൊ ഇത്രയാണ് ആ ഒരു പ്രിലിംസ് ആംഗിളിൽ മെയിൻ ആയിട്ട് വരുന്ന ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് ആണ് നിഷ ബിഹേവിയർ എന്ന് പറയുന്നത്. റീസെന്റ് UPSCയുടെ ട്രെൻഡ് ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ് ആക്ച്വലി നിഷ എന്ന് പറയുന്നത്. ഇത് മെയിനായിട്ട് GS പേപ്പർ 3 നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കോറിലേറ്റ് ചെയ്യാൻ പറ്റും. എൻവയോൺമെന്റ് കൺസർവേഷൻ, ബയോഡൈവേഴ്സിറ്റി ആംഗിളിൽ കണക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ പൊല്യൂഷൻ ആംഗിളിൽ കണക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ ഈ സ്പീഷീസിന് ആംഗിൾ ഇൻഡിക്കേറ്റർ സ്പീഷീസ് എന്നുള്ള കൺസെപ്റ്റിൽ ഇത് മെയിനായിട്ട് നമുക്ക് കോറിലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ന്യൂസ് പേപ്പർ ഡിസ്കഷനിൽ മെയിൻ ആയിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഡെപ്യൂട്ടി സ്പീക്കറിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷനെ കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്തു. ആ ഡിസ്കഷന് ശേഷം നമ്മൾ സ്ട്രാറ്റജിക് ലൊക്കേഷൻ ആയിട്ടുള്ള പോർട്സിനെ കുറിച്ചുള്ള ഡിസ്കഷൻ വന്നു. പിന്നെ റിസ്ക് സൊസൈറ്റിയെ കുറിച്ചുള്ള ഡിസ്കഷൻ, വുമൻ ഇമ്പാക്റ്റും വന്നു. ഈ ഒരു സ്പീഷീസിന്റെ ബിഹേവിയറിന്റെ ഒരു ഡിസ്കഷനും വന്നു. പിന്നെ ഫേക്ക് ന്യൂസിനെ കുറിച്ചുള്ള ഡിസ്കഷൻ മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ നിങ്ങൾ ന്യൂസ് റീഡിങ്ങിന്റെ കൂടെ ഈ ഒരു ബ്രീഫും കൂടെ ഒന്ന്
കോംപ്ലിമെന്റ് ചെയ്തിട്ട് പഠിക്കുക. ഒരു കോറിലേഷൻ നിങ്ങൾക്ക് ആ ഒരു ഈസി വേ ഓഫ് റീഡിങ്ങിനെ എൻഹാൻസ് ചെയ്യാൻ സഹായിക്കും. ഓക്കെ, അപ്പൊ ഇതേപോലെ നാളെ അടുത്തൊരു ന്യൂസ് ഡെസ്കുമായിട്ട് കാണാം. താങ്ക് യു.